ഇത് ഒരു ഗൂഢാലോചന ചെയ്തു എന്ന് വിളിക്കണം. ഈ ഗൂഢാലോചന നടക്കുന്ന എവിടെയാ? മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ അത് മൊഴികളായിട്ട് വരണം. ആരൊക്കെയാണ് സംസാരിച്ചത്, ആരൊക്കെയാണ്. അപ്പോൾ മൊഴികളായിട്ട് വരണമെങ്കിൽ അത് എന്തുകൊണ്ട്, എങ്ങനെ ചെയ്തു, അപ്പോൾ അതിനൊരു മോട്ടീവ് ഉണ്ടാവണം. അപ്പോൾ ആ മോട്ടീവിനെ പറ്റി പറഞ്ഞ ആളുകൾ മുഴുവനും സാക്ഷി കൂറുമാറി. ശരിയാ, ഞാനും കേട്ടു. പറഞ്ഞിട്ട് എന്താ കാര്യം? ആയിട്ട് വരേണ്ടത് ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. ഡോക്യുമെന്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എവിഡൻസ് ആണ്. ഡിജിറ്റൽ എവിഡൻസുകൾ മുഴുവനും പല വിധത്തിൽ ടാമ്പർ ചെയ്യാനും അത് ഇല്ലാതാക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് സാധിച്ചു. മനസ്സിലായില്ല, എല്ലാം ഞാൻ പറയാം. മറ്റൊരു നറേറ്റീവ് എന്താണെന്നറിയോ? ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എവിടേക്കാ പോയത്, ആ സമയത്ത് ആരവരെ സഹായിക്കാൻ വന്നത്? അങ്ങനെ ഒരു MLA അന്ന് PT തോമസ് സാർ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഒരുപക്ഷെ ഇത്രയും രീതിയിൽ വരില്ലായിരുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ആ ഒരു സംഗതി ഇത്രയും രീതിയിൽ പുറത്തേക്ക് വരുന്നു, അത് അപ്പോഴേക്ക് അപ്പം തന്നെ വാർത്തയെ മാറുമെന്നും കൈവിട്ട് പോകുന്നവരാരും വിചാരിച്ചില്ല. ഇവർ ഇത് വെച്ച് ഭീഷണിപ്പെടുത്താനാണ് ഇരുന്നത്. പക്ഷേ ഇത് വെച്ച് ഭീഷണിപ്പെടുത്താനുള്ള സംഗതിക്കൊന്നും സമയം കിട്ടിയില്ല. പിന്നെ നേരെ വൈകി പോയിട്ട് പിന്നീട് പൾസർ സുനിയൊക്കെ പിടിച്ചതിന് ശേഷം പിന്നീട് പോയിട്ട് ദിലീപ് ഞാൻ പൈസ സെറ്റിൽ ചെയ്യാന്ന് പറയാൻ പറ്റും? അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. കാരണം ആ ക്രൈം അപ്പോഴേ പോലീസിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ നിമിഷം പോലീസിലേക്ക് എത്തുന്നതോടുകൂടി പിന്നെ ആരെങ്കിലും പൈസ കൊണ്ടിടാൻ മണ്ടന്മാരാണോ? പൈസ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? ചാക്കിൽ കെട്ടിക്കൊണ്ടേ കൊടുക്കൂ? അത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും? ഇതൊക്കെ നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാവുന്നല്ലേ. ദിലീപ് കൈയൊഴിഞ്ഞു. ഈ കൈയൊഴിഞ്ഞ ദിലീപിലേക്ക് എത്താൻ മറ്റു മാർഗം ഇല്ലാത്തത് കൊണ്ട് കത്തെഴുതി. കൃത്യമാണത്. നിങ്ങൾക്ക് മാർട്ടിന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് സുനിയുടെ വാക്കും വിശ്വസിക്കാമല്ലോ. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ, എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം. ആര് ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു, എന്തിനു ചെയ്തു, ആര് ചെയ്തു എന്നുള്ളത് ചെയ്ത ആളും പറയുന്നു, അനുഭവിച്ച ആളും പറയുന്നു. ഇത് കൊട്ടേഷൻ ആണെന്ന് നമുക്കറിയാം. കൊട്ടേഷന്റെ ആ തെളിവ് കിട്ടിയില്ല എന്ന് മാത്രം. അത്രയുള്ളൂ വ്യത്യാസം. അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ്, അതിൽ മാത്രമേ പ്രശ്നം വന്നിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒളിമ്പിക്സ് മതിൽ ചാടി അല്ലെങ്കിൽ ട്രപ്പീസ് കളിച്ചിട്ടൊന്നും ഇത് എന്താ പറയുക, ഗോൾഡ് മെഡൽ എടുത്തിട്ട് പടക്കം പൊട്ടിക്കുന്നതോ ദീപാവലി ആഘോഷിക്കുന്നതോ ഇലക്ഷന് വിജയിച്ചതോ ഒന്നും അല്ല ഇവിടെ. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പൊളി വിറ്റുകളും അടിക്കും. നമുക്ക് ഞാനൊന്നും രാമൻപിള്ള സാറിന്റെ ഓപ്പോസിറ്റ് നിൽക്കാവുന്ന ഒരു വക്കീലല്ല. ഞങ്ങൾ അങ്ങനെ നിൽക്കാവുന്ന വക്കീലമാരെ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ശ്രീ മഞ്ജുഷ്, ഈ അഭിപ്രായങ്ങളെല്ലാം ഈ കേസിന്റെ വിധി വന്നതിന് ശേഷം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിൽ ശ്രീമതി ആശ ഉണ്ണിത്താനോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ മെറിറ്റിൽ ചർച്ചയ്ക്കിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഘട്ടങ്ങളിലൊന്നും ഇങ്ങനെയുള്ള വാദഗതികൾ ശ്രീമതി ആശ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്റെ ഓർമ്മ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, പക്ഷെ ഞാനത് ഓർക്കുന്നില്ല. ശ്രീമതി TB മിനിയോടൊപ്പം ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ഓർക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സമയത്തും പറഞ്ഞിട്ടുണ്ട്. കേൾക്കൂ, ഇടയ്ക്ക് സംസാരിക്കരുത്, അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ്. എലിമെന്ററി ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ന്യൂസ് 18 ചർച്ചയിൽ തന്നെ ഞാൻ ശ്രീമതി TB മിനിയോട് ചോദിച്ചു. അതിന്റെ ശ്രീമതി മിനിക്ക് ഒരു ചിരിയല്ലാതെ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. എലിമെന്ററി ആയിട്ടുള്ള കാര്യത്തിൽ പോലും ഡിഫെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, പ്രോസിക്യൂഷന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വക്കീലിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാനായിട്ട് ഇല്ല എങ്കിൽ അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. അതാര് മനസ്സിലാക്കണമായിരുന്നു? പ്രോസിക്യൂഷൻ ആ പ്രശ്നമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ മനസ്സിലാക്കണമായിരുന്നു. പ്രോസിക്യൂഷനെ സഹായിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ മനസ്സിലാക്കണമായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ അത് ഇടപെടണമായിരുന്നു. കേസ് തോറ്റതിന് ശേഷം എന്ന് പറയുന്ന സർക്കാർ അത് അവിടെ മൗനം പാലിക്കുകയായിരുന്നു അല്ലേ? നടക്കുന്നത് പോലെ നടന്നോട്ടെ എന്നായിരുന്നു അന്ന്. മഞ്ജുഷ്, ഞാനിതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ആളല്ല. നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സർക്കാരിനെ കുറ്റപ്പെടുത്താം. പക്ഷേ എല്ലാ കാര്യത്തിനും വെറുതെ എങ്ങനെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ ബന്ധപ്പെട്ട് പൾസർ സുനി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷ്യമായി, മോട്ടീവായി, പ്രതിയായി എന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള ലോജിക്കാണെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ അത് അങ്ങനെ അല്ല എന്ന് ശ്രീമതി ആശയ്ക്ക് അറിയാത്തതല്ല. അസോസിയേഷൻ ഓർ നോളജ് ഈസ് നോട്ട് ഇനഫ്. അതായത് ഈ ആൾക്കാർ എവിടെയെങ്കിലും കൂടി എന്നതോ ഇതിനെക്കുറിച്ചോ എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ചോ എന്തെങ്കിലും അറിവ് മാത്രമുണ്ട് എന്നതോ മതിയാവുന്ന കാരണമല്ല എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3, സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് ഈസ് ദ സെയിം ആസ് എനി അതർ ക്രിമിനൽ കേസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. അതായത് ഒരാളിനെ, നമ്മുടെ വ്യവസ്ഥ എന്താണ്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ്. അതുകൊണ്ട് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ആയിരിക്കണം നിങ്ങൾ ഈ പ്രൂവ് ചെയ്യുന്ന അസോസിയേഷൻ എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നീ ആള് കൊള്ളാമല്ലോ. അടുത്തത് വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സോനു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന കേസിൽ പറയുന്നത്, ക്രിമിനൽ കോൺസ്പിറസി കനോട്ട് ബി ഇൻഫേർഡ് മിയർലി ഫ്രം അസോസിയേഷൻ ഓർ ദ ഫാക്ട് ദാറ്റ് ദി അക്യൂസ്ഡ് പേഴ്സൺസ് വെർ സീൻ ടുഗദർ ദർ മസ്റ്റ് ബി മെറ്റീരിയൽ ടു ഷോ എ പ്രയർ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്. എന്ന് വെച്ചാൽ തെളിവുണ്ടാകണം. അല്ലാതെ വെറുതെ പൾസർ സുനി വന്നിട്ട് എനിക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്നത് ദിലീപാണ് എന്ന് പറഞ്ഞാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും തൂക്കിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് ഈ ചർച്ചയിലിരിക്കുന്ന ആൾക്കാരും ഈ ചർച്ച കാണുന്ന ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം. മനസ്സിലായോ? നോക്കൂ, ആ വായിച്ച പോയിന്റുകളൊക്കെ തന്നെ ശരിയാണ്. പക്ഷെ കേരള പോലീസിന്റെ ഒരു വലിയ വീഴ്ചയാണ് അന്വേഷിക്കുന്നത്. എവിടെയാണ് വ്യക്തമായി തന്നെ വിദേശ രാജ്യങ്ങളുള്ള പോലെ തന്നെ ഇവരെ സ്കോട്ട്ലൻഡിൽ അവിടെ അറിയിച്ച് പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. പക്ഷെ
പക്ഷെ ആ രീതിയിൽ എങ്ങനെയാണ് ഒരുപക്ഷെ ഒരു കൾപ്രിറ്റ് കുറ്റം ചെയ്യുന്ന സമയത്ത് ആ കൾപ്രിറ്റിന്റെ കുറ്റം ചെയ്തതിന് ശേഷമുള്ള ആന്റിസിഡൻസ് പരിശോധിക്കാൻ വേണ്ടി അവരുടെ വീടുകളിൽ ജോലി ചെയ്യാൻ പിന്നീട് വരുന്ന ഇലക്ട്രീഷ്യൻ തൊട്ട് പ്ലംബർ തൊട്ടുള്ള ഫുൾ ആളുകൾ ഒരുപക്ഷെ പോലീസായിട്ട് പോലാണ് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത് പല കേസുകളും തെളിയിച്ചിട്ടുള്ളത്. ഭയങ്കരം തന്നെ. ഒരു സിസ്റ്റമില്ല. ഇദ്ദേഹം ഇവിടെ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് തന്നെ പോലീസിന്റെ മികവാണല്ലോ. ആ ഇന്ററോഗേഷന്റെ മികവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് പോലും ശ്രീമതി ആശ ഉണ്ണിത്താൻ. പിന്നെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പണ ഇടപാടുണ്ട്, അതുപോലും ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ ശ്രീമതി ആശ ഉണ്ണിത്താൻ? നമുക്ക് അറിഞ്ഞൂടെ ഒരു ഇൻകം ടാക്സ് വെട്ടിക്കാൻ തന്നെ നമ്മൾ എത്രത്തോളം, പിന്നല്ലാതെ ഒരു ഇൻകം ടാക്സ് വെട്ടിക്കാൻ പോലും അറിയാത്ത ആൾക്കാരാണോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ? 1 കോടി രൂപ എനിക്ക് ഇന്ന് വരുന്നുണ്ടെങ്കിൽ പറയാം ഞാൻ ശരി എന്റെ SBI അക്കൗണ്ടിൽ ഇട്ടുള്ളൂ ഞാൻ പറയൂ? ഒരാളും പറയാൻ പോകുന്നില്ല. ആ ഇൻകം ടാക്സ് കൊടുത്തിട്ട് ബാക്കി പൈസ മതി എനിക്കിത് പറയൂ? ഇല്ല. ഇവരൊക്കെ തന്നെ പല രീതിയിലും ആ പൈസ മറ്റു പല രീതിയിലാണ് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടാവുക. എത്ര ആൾ സംഭവിച്ചൂടെ? എനിക്കറിഞ്ഞൂടാ. കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയൂ. വക്കീലിന് കൊടുത്ത ഫീസ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഒരു അമ്പലം സാറിന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ ഫീസ് ദിലീപിന്റെ അക്കൗണ്ടിൽ നിന്ന് വക്കീലിന്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ള ഫീസിൽ എത്ര രൂപ ആ ഫീസിൽ മാത്രമാണോ സാർ വർക്ക് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. വക്കീലന്മാര് ഫീസ് വാങ്ങുന്നുണ്ട്. ആ വാങ്ങുന്ന ഫീസിന്റെ TDS പോലും നമ്മൾ കട്ടിലെ കൊണ്ട് അടുപ്പിക്കുന്നുണ്ട്. പക്ഷേ ദിലീപ് ഇപ്പോൾ മറുവശത്തൂടെയാണ് ഗൂഢാലോചന പറയുന്നത് കേട്ടോ. ദിലീപ് ഇപ്പോൾ മഞ്ജു വാര്യരിലേക്കാണ് ഗൂഢാലോചന തിയറി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്നത്തെ ആദ്യ പ്രതികരണം അങ്ങനെയാണല്ലോ കണ്ടത്. അപ്പോൾ മറ്റൊരു ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നു, സുപ്രീം കോടതി വരെ അത് പിന്നെ സ്വാഭാവികം. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ദിലീപിന്റെ ഡിഫൻസ് ആളുകളുടെ ഭാഷയുടെ മാന്യത, അവരുടെ എന്താ പറയാ അതിരില്ലാത്ത രീതിയിലുള്ള ചില ബോഡി ലാംഗ്വേജുകൾ, ഇത് കണ്ട് നമ്മള് കഴിഞ്ഞ ദിവസം ടി ബി മിനി അതിജീവിതയെ കുറിച്ച് പറഞ്ഞത് കേട്ടിരുന്നോ? എന്താ ഉറക്കം വരുന്നു? മാന്യതയുള്ള ഒരു വർത്തമാനം പറഞ്ഞത് ശ്രീമതി ആശ കേട്ടിരുന്നോ? ശരിയല്ല, കേട്ടിരുന്നോ? പക്ഷെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. ഫിക്സ് എടാ എൽദോ. അപ്പൊ രണ്ട് സൈഡും ഒരുപോലെ ആയെന്നല്ലേ അതിന്റെ അർത്ഥം? പിന്നെ ഒരു സൈഡിനെ മാത്രം കുറ്റം പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ ആശ? ആശ അത് നമ്മൾ സെലക്റ്റീവായിട്ട് കേൾക്കരുതല്ലോ ആശ. അല്ല, കുറ്റമുണ്ട്. TB മിനു പറഞ്ഞുവെങ്കിൽ ഞാൻ കേൾക്കും. TB മിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുവെങ്കിൽ പറഞ്ഞു എന്ന സോഴ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. TB മിനി ചെയ്ത് തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെ പറയാൻ മടിയുമില്ല. TB മിനിയുടെ മര്യാദ. താങ്കൾ എന്താ പറഞ്ഞേ? ദിലീപിന്റെ കാര്യത്തിൽ ഡിഫൻസും ദിലീപിന് വേണ്ടി പറയുന്ന ആൾക്കാരും സംസാരിച്ചതെന്നാ പറയുന്നത്. അപ്പൊ TB മിനി ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്? അപ്പൊ TB മിനിക്ക് എന്തിനാ ആനുകൂല്യം നൽകുന്നതിനാ? എല്ലാ ആൾക്കാരും പറയുന്നത് നമ്മൾ കേട്ടോണ്ടായിരിക്കുന്നത്. സെലക്റ്റീവായിട്ട് നമ്മുടെ ചെവി കേൾക്കുന്നത് ശരിയല്ല. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും തെറ്റാണ് അല്ലെ? ദിലീപിനെ ന്യായീകരിക്കാൻ ദിലീപിനെ ന്യായീകരിക്കാൻ വരുന്ന ഒരാള് അതിജീവിതയെ കുറിച്ചോ മറ്റാരെ കുറിച്ചെങ്കിലുമോ മോശമായ പരാമർശം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹീനമാകുമോ അതേപോലെ തന്നെയാണ് മറുഭാഗത്തുള്ള ആൾക്കാരും. അതിൽ പ്രത്യേകിച്ച് ഒരു ഭാഗത്തിന് മാത്രമൊന്നുമില്ല. അവിടെ ദിലീപിന് തോന്നുന്ന ദിലീപ് കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന വാദങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, ദിലീപിന്റെ ഭാഗം കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന വാദങ്ങളും കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ കോടതിയിൽ ഉണ്ടായിരുന്ന വാദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ വാദമാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് പറയാൻ ഹീസ് എൻടൈറ്റിൽഡ് അല്ലേ? അതിനകത്തുള്ള ശരിതെറ്റുകളൊക്കെ രണ്ടാമത്. പക്ഷെ അങ്ങനെ ഒരു ഗൂഢാലോചന തനിക്കെതിരെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അത് അദ്ദേഹത്തിന്റെ കോടതിയിലെ വാദമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. രാമൻപിള്ള സാർ എത്ര രൂപയാണ് വാങ്ങുന്നത് എന്ന് സ്വന്തം പ്രൊഫഷണൽ ഫീസിന്റെ കാര്യത്തിൽ പോലും അഭിപ്രായം പറഞ്ഞിരുന്ന ശ്രീമതി ആശ എവിടെയാണ് താങ്കളുടെ ലോജിക്ക് പോയത്? ജയിലിൽ നിന്ന് പോലീസ് കൊടുക്കുന്ന പേപ്പറിൽ പോലീസ് കൊടുക്കുന്ന പേന കൊണ്ട് ദിലീപേട്ട ഇത് സുനി എഴുതുകയാണെന്ന് പറഞ്ഞു പഴയ പ്രേം നസീർ സിനിമയിൽ ഉപ്പ ഇത് ബാപ്പൂട്ടി എഴുതുന്ന കത്ത് എന്ന് പറയുന്ന രീതിയിലത്തെ ഒരു കത്ത് ഒരു ക്രിമിനൽ എഴുതി കൊടുക്കും, അത് തനിക്കെതിരെ ഉപയോഗിക്കും, മറ്റുള്ള ആൾക്കാർക്കെതിരെ ഉപയോഗിക്കും എന്നറിയാത്ത ഒരു ക്രിമിനൽ ഈ നാട്ടിലുണ്ടോ? അങ്ങനെ ഉള്ള ഒരു പോലീസ് ഈ നാട്ടിലുണ്ടോ? അപ്പൊ ടാക്സ് വെട്ടിക്കാൻ 1 കോടി രൂപയ്ക്കുള്ള മാർഗ്ഗങ്ങളെ പറ്റി ശ്രീമതി ആശ ഉണ്ണിത്താൻ അറിയാം. പക്ഷെ ഒരു കൊടും ക്രിമിനൽ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയതിനു ശേഷം അത് കൊടുത്ത് തെളിവുണ്ടാക്കുന്നു, ദിലീപ് എന്നുള്ള പേരെഴുതി തെളിവുണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി താങ്കൾ വളരെ നൈവായി പോകുന്നത് എന്തുകൊണ്ടാണ്? വക്കീൽ ഫീസ് പറയാം, ടാക്സ് വെട്ടിക്കുന്നതിനെ കുറിച്ച് പറയാം, നമ്മുടെ നാട്ടിലെ സിസ്റ്റം മാറ്റുന്നതിനെ കുറിച്ച് പറയാം, രാമപിള്ള സാർ ഫ്രാങ്കോയ്ക്ക് വേണ്ടി വാദിച്ചതിനെ പറ്റി പറയാം. ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ ഡിഫൻസിനെ പ്രകീർത്തിക്കുന്നതിനാണ്? പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചോ കഴിവുകേടിനെ കുറിച്ചോ പറഞ്ഞ് അതിന് പറയുന്നതിന് പകരം ദിലീപ് അത് പറഞ്ഞില്ലേ, അയാൾക്ക് അത് പറയാം. നോക്ക്, ഇന്ന് അയാളുടെ ദിവസമാണല്ലേ. സാക്ഷികൾ മാറ്റി പറഞ്ഞ പ്രധാന കാര്യമാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഇന്ന് ദിലീപിന്റെ ദിവസമാണ്. അനുവാദം ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കുണ്ട്. ഓക്കെ, ആ കത്ത് അപ്രീഷിയേറ്റ് ചെയ്തില്ല. ദിലീപിനെതിരെ ഗൂഢാലോചന അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, മഞ്ജു വാര്യർ പറഞ്ഞു ദിലീപ് ഇതുവരെ ഗൂഢാലോചന എനിക്കെതിരെ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു കേസാണ്.
ആ കേസ് ഇതുവരെ മലീഷ്യസ് പ്രോസിക്യൂഷനെതിരെ ഒരു കേസ് വന്നിട്ടില്ല. അവനെ ചെയ്തില്ല. മലീഷ്യസ് പ്രോസിക്യൂഷനെതിരെ ഇത് കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കാൻ പറ്റൂ ശ്രീമതി ആശ? പിന്നെ ആപ്പിൾ ആണെങ്കിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഫോണും ആപ്പിൾ ആണെങ്കിൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ, അവിടുത്തെ പ്രസിദ്ധീകരിച്ച പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ച പുസ്തകം അവിടെ വായിക്കുന്നു, അവിടെ ഇറങ്ങുന്ന സിനിമ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നു, അവിടുത്തെ ബർഗർ ലിസ്റ്റ് അതേ ബർഗർ എനിക്ക് ഇവിടെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പോലീസ് സിസ്റ്റത്തിലും നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിലും മറ്റു സ്ഥലങ്ങളിലും മാത്രം ഇങ്ങനത്തെ ഒരു ഇകഴിയ എന്താ പറയാ മോശമായിട്ടുള്ള അവസ്ഥ, ക്വാളിറ്റി ഇല്ലാത്ത അവസ്ഥ വരുന്നു? ഈ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? 8 വർഷം അന്വേഷിച്ച ഒരു കേസാണെന്നുള്ളത് ചെറിയ കാര്യമല്ല. നോക്കൂ, 8 വർഷം പോലീസിന് സമയം കിട്ടിയിരുന്ന ഒരു കേസിൽ ഇതുവരെയും ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തികളാണ് ഇന്ന് സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് ആപ്പിളിനെയും ബർഗറിനെയും ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ആപ്പിളും ബർഗറും അല്ല, മറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നലെ വരെ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഏതൊരു കേസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഈ കേസിലും വന്നത്. ഇതിലേക്ക് നമ്മൾ ലോക മാതൃകകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വിധി മറ്റൊന്നാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളും ബർഗറും ഒക്കെ തന്നെയാണ് അതിനുള്ള ഉദാഹരണം. പക്ഷെ അത് ഫിറ്റ് ആവുന്നില്ല. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മ. എങ്ങനെ ഉണ്ടാളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു.